ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് അമലും അബിയും തമ്മിലുള്ള സംസാരമാണ്. അബി അമലിനോട് പറയുകയാണ്, അച്ഛനും തമ്പിയും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കമ്പനിയിലെ ഒരു ജീവനക്കാരിയായിരുന്നു രാധാമണി വാരസ്യർ. തമ്പി അവരെ റേപ്പ് ചെയ്തു. രാധാമണി വാരസ്യരുടെ ബാക്കി കഥയൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ മുഴുഭ്രാന്തിയായി ഓർഫനേജിൽ കഴിയുന്ന സമയത്താണ് മദർ ഈ വിവരം അച്ഛനെ അറിയിക്കുന്നത്. അച്ഛനുടൻ തന്നെ ഓർഫനേജിലെത്തി. തുടർന്ന് കഥകളെല്ലാം അച്ഛൻ അറിഞ്ഞു. തമ്പിയുടെ കണ്ണിൽ പെടാതിരിക്കുവാൻ ആ കുട്ടിയെ അച്ഛൻ മറ്റൊരു ഓർഫനേജിൽ വളർത്തി. ഒടുവിൽ അവളെ മരുമകളാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവളാണ് നിന്റെ ഏട്ടത്തി ജാനകി. അപ്പോൾ അമല് ചോദിക്കുകയാണ്, ഈ കഥകളൊക്കെ ഏട്ടനോട് ആരാ പറഞ്ഞേ? അച്ഛൻ തന്നെ. അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ ഇതെല്ലാം അച്ഛൻ പറഞ്ഞു. വെറുതെ അല്ല ജാനകി അമ്മയെ നോക്കി ഇറങ്ങിയത്. നീ അറിഞ്ഞത് അപർണയുടെ കൂടെയുള്ള പരിഹാസം കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ ജാനകി അവളുടെ അമ്മയെ തിരക്കി ഇറങ്ങിയെന്നല്ലേ? അമ്മയെ കണ്ടെത്തി തമ്പിയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള അവളുടെ ആഗ്രഹം നടന്നില്ല. തുടരെയുള്ള ദുരന്തങ്ങൾ അവളുടെ അമ്മയുടെ മനസ്സിനെ മരവിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴാകട്ടെ ഡോക്ടർമാരും കൈവിട്ടു. പക്ഷേ ജാനകി തമ്പിക്കെതിരെ നിയമ പോരാട്ടത്തിന് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. അവളെ വിലക്കുവാനുള്ള അവകാശം എനിക്കില്ല. നിന്റെ ഭാര്യാപിതാവിനുണ്ടാകുന്ന അപമാനത്തിന് സമാധാനം പറയാനും എനിക്ക് കഴിയില്ല. നിനക്കെന്നെ എങ്ങനെ വേണമെങ്കിലും കരുതാം. തമ്പിക്കെതിരെ കേസ് വന്നാൽ തമ്പിയുടെ മകളാണ് ജാനകി എന്ന് എല്ലാവരോടും വെളിപ്പെടുത്തുവാൻ ജാനകി തയ്യാറല്ല. കാരണം അയാളെ ജാനകി അത്രത്തോളം വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇക്കാര്യം അപർണയോട് പറയണ്ട. ഏട്ടാ, ഞാൻ നിൽക്കാൻ പോകുന്നത് ജാനകിയിടത്തിയുടെ ഭാഗത്താണ്. ഏട്ടനെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഏട്ടനാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എനിക്കൊരു തെറ്റു പറ്റിപ്പോയി. ഏട്ടനെ നേരിൽ കാണാതെ പരുഷമായി ഞാൻ സംസാരിച്ചു. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എടാ, തെറ്റ് എൻ്റെ ഭാഗത്താണ്. സത്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയണമായിരുന്നു. അപർണയുടെ മുൻപിൽ ഈ സത്യങ്ങളൊന്നും മറച്ചു പിടിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ജാനകിയെ അപർണ രൂക്ഷമായി പരിഹസിക്കുന്നത് കേട്ടാൽ നിന്റെ ഏടത്തിയാണ് ജാനകിയെന്ന് നീ വിളിച്ചു പറയില്ലേ? അതു പിന്നെ ജാനകിയിടത്തിയെ താറടിച്ച് കാണിച്ചാൽ ഞാനിതൊക്കെ പറഞ്ഞു പോവേട്ടാ. ഇപ്പോൾ നീ അപർണയോടൊന്നും പറയരുത്. ഇതൊരു കെട്ടിച്ചമച്ച കഥയായിട്ട് മാത്രമേ അപർണ കാണൂ. ജാനകി അവളുടെ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല. അതിൻ്റെ പേരിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും അവൾക്ക് സഹിക്കാനും പറ്റില്ല. അപ്പോൾ അമൽ പറയുകയാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഏട്ടാ. ഞാനായിട്ട് ഏട്ടത്തിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഏട്ടൻ ഏട്ടത്തിയോട് പറയണം അമല് ഏട്ടത്തിയോടൊപ്പമുണ്ടെന്ന്. ഏട്ടത്തിയുടെ അമ്മയെ വന്ന് കാണുവാൻ സമ്മതവും വേണം. എടാ, നീ നിന്റെ സൗകര്യം പോലെ എന്നെ വിളിക്ക്. എപ്പോൾ വേണമെങ്കിലും നിനക്ക് വരാം. എന്തായാലും നീ ഇപ്പോൾ ചെല്ല്. ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ? കാണാം. ഇത് പറഞ്ഞിട്ട് അമൽ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് കാണുന്നത് ചന്ദ്രകാന്തത്തിൽ ജാനകിയും അബിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. ഒരു ഗ്ലാസ് ചായയുമായിട്ട് ജാനകി അബിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അബിയേട്ടാ, ഇതാ ചായ. അപ്പോൾ ചായക്കപ്പ് വാങ്ങിക്കൊണ്ട് അബി പറയുകയാണ്, തമ്പിക്ക് ഇന്ന് കോടതി നോട്ടീസ് കിട്ടുമെന്നാണ് നിരഞ്ജന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ അയാൾക്ക് ഉറക്കമുണ്ടാവില്ല. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, ഒരു ഭാഗത്ത് ഈ കാര്യം ഓർക്കുമ്പോൾ വേദനയുണ്ട്. വസുന്ധരാമ്മ ഇതെങ്ങനെ സഹിക്കും? തമ്പിയോടും മകളോടുമുള്ള പക വീട്ടുവാൻ വേണ്ടി ഏതോ ഒരു രാധാമണി വാരസ്യരെ രംഗത്തിറക്കിയെന്നല്ലേ വസുന്ധരാമ്മ കരുതുകയുള്ളൂ. രാധാമണി വാരസ്യർ എൻ്റെ അമ്മയാണെന്ന് അവർക്കറിയില്ല. അതെനിക്ക് പറയാനും കഴിയില്ല. ജാനകി, ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ 2 ചേരികൾ മാത്രമേ ഉള്ളൂ. ശത്രുപക്ഷത്തെ മുഖങ്ങളൊന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ജാനകി പറയുകയാണ്, ഇതുവരെയും കോടതി നോട്ടീസ് കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വസുന്ധരാമ്മയുടെ കോളനിക്ക് വരുമായിരുന്നു. ഉടനെ തന്നെ അബി ഫോൺ എടുത്തിട്ട് പറയുകയാണ്, തമ്പി ഇനി ഒരു സെക്കൻഡ് പോലും സ്വസ്ഥമായിട്ടിരിക്കരുത്. അല്ല, അബിയേട്ടന് എന്തു ചെയ്യാൻ പോവുകയാണ്? ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ തമ്പിയെ അബി ഫോണിൽ വിളിക്കുകയാണ്. ഫോൺ എടുത്തിട്ട് തമ്പി തെറി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എടാ പരനാറി, നീ എനിക്കെതിരെ കളിക്കാൻ ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. ആരടാ ഈ രാധാമണി വാരസ്യര്? നിന്റെ അമ്മയമ്മയാണോ? എടാ, രാധാമണി വാരസ്യരുടെ ജാതകം തപ്പി നീ ആ വക്കീലിനെ വിട്ട കഥയൊക്കെ ഞാൻ അറിഞ്ഞു. എടാ, നിന്റെ തന്തയ്ക്ക് തമ്പി ആരാണെന്നറിയാം. പക്ഷേ നീ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അബി, തന്നെ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നതോ? ഏതോ ഒരു വിശ്വം വിളിക്കുന്നെന്ന് കേട്ടപ്പോൾ തന്നെ മുട്ടിടിക്കാൻ തുടങ്ങിയവനല്ലേ താൻ? എടാ, നീ ഇറക്കിയ അവനിപ്പോൾ എവിടെയാടാ? അവൻ വാലും ചുരുട്ടി ഓടിയില്ലേ? നിലം തൊടാതെ തമ്പി അവനെ പറപ്പിച്ചില്ലേടാ? ഓ എടോ മണ്ടൻ തമ്പി, വിശ്വനെന്ന് പറയുന്ന ഒരാളില്ല. അബിയുടെ വായിലൊന്നും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വിശ്വനാഥൻ തമ്പി ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ വീണ്ടും അബി പറയുകയാണ്, പക്ഷേ രാധാമണി വാരസ്യാർ രംഗത്തെത്തിയിട്ടുണ്ട്.
തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിത്തരാൻ വേണ്ടിയാണ് അവര് ഞങ്ങളുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും കൊടുത്തിട്ടുണ്ട്. എടാ, തമ്പിയുടെ ഒരു രോമം പിഴുതെടുക്കാൻ നിനക്കൊക്കെ കഴിയോടാ? എടാ, കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. എന്നെ നാറ്റിക്കാനാണ് നീയൊക്കെ കൂടി തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ എല്ലാവരെയും ഞാൻ അറിയിക്കേണ്ടതുപോലെ അറിയിച്ചിട്ടുണ്ടത്. അമല് പോലും നിന്റെ ഈ നാണം കെട്ട കളിക്ക് കൂട്ടു നിൽക്കത്തില്ലടാ. അവനെ കൊണ്ട് ഞാൻ നിന്നെ തല്ലിക്കും. ഇതിൽ നീ തീരും. നീ മാത്രമല്ല, നീ നിന്റെ പെണ്ണും. തമ്പി, തൻ്റെ അഹങ്കാരം തീരാൻ പോകുന്നതേ ഉള്ളൂ. രാധാമണി വാരസ്യര് കോടതിയെ സമീപിച്ചതൊന്നും തമ്പി അറിഞ്ഞില്ലേ? ഇത് കേൾക്കുമ്പോഴേക്കും തമ്പി വീണ്ടും ഞെട്ടുകയാണ്. അപ്പോൾ വീണ്ടും അബി, മകളുടെ മുൻപിൽ ഞങ്ങൾ കെട്ടിച്ചമച്ച കള്ളക്കേസാണെന്ന് പറയാം. അതുമാത്രവുമല്ല, മറു സൈഡിൽ ഞങ്ങളാകുമ്പോൾ തൻ്റെ മകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ കോടതിയിൽ താൻ വെള്ളം കുടിക്കും. തനിക്കെതിരെ മുഴുവൻ തെളിവുകളുമായിട്ടാണ് രാധാമണി വാരസ്യരെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആരാ തീരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഇത്രയും കേട്ടപ്പോഴേക്കും പരവശനായി തമ്പി നിൽക്കുകയാണ്. പക്ഷേ അബി ഫോൺ കട്ട് ചെയ്തു. എന്നാൽ തിരികെ സംസാരിക്കുവാൻ വേണ്ടി വിശ്വനാഥൻ തമ്പി ഹലോ ഹലോ എന്ന് വെക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു കോളിംഗ് ബെല്ല് കേട്ടുകൊണ്ട് തമ്പി ഒന്ന് ഞെട്ടുകയാണ്. ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോൾ പോസ്റ്റ്മാൻ കോടതിയിൽ നയിച്ച കത്തുമായി വന്ന് നിൽക്കുകയാണ്. പോസ്റ്റ്മാൻ പറയുന്നുണ്ട്, ഒരു സ്പീഡ് പോസ്റ്റ് ഉണ്ട്, ഇതിലൊന്ന് ഒപ്പിട്ടിട്ട് വാങ്ങിയാട്ടെ. അക്നോളജ്മെന്റ് പേപ്പറിൽ ഒപ്പിട്ടതിന് ശേഷം ആ കത്തും വാങ്ങി അകത്തേക്ക് കയറി പരിഭ്രാന്തിയോടെ തമ്പി ആ കവർ പൊട്ടിച്ചു നോക്കുകയാണ്. അത് കണ്ടിട്ട് തമ്പി ഒരു നിമിഷം അന്താളിച്ചു പോയി. എന്നിട്ട് പറയുകയാണ്, ഇത് വക്കീൽ നോട്ടീസാണല്ലോ. ചതിച്ചല്ലോ ദൈവമേ. സേന, താൻ പറഞ്ഞത് തന്നെ സംഭവിച്ചിരിക്കുന്നു. രാധാമണി വാരസ്യരുടെ കേസ് റീഓപ്പൺ ചെയ്യാൻ ജാനകി കോടതിയെ സമീപിച്ചിരിക്കുന്നു. ജാനകിയുടെ അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താനാണ്. തുടർന്ന് തമ്പി ഒരു നിമിഷം അമ്പരന്ന് നിശ്ചലനായി നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത്, മോളെ എന്ന് വിളിച്ചുകൊണ്ട് പരവേശത്തോടുകൂടി തമ്പി അളകാപുരിയിൽ അപർണയുടെ അരികിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ്. തമ്പിയുടെ വിളി കേട്ടുകൊണ്ട് അപർണ മുകളിൽ നിന്നും എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ, മോളെ നീ ഇതൊന്ന് നോക്ക്, അച്ഛൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടി, അയ്യോ എൻ്റെ തല ചുറ്റുന്നേ. ഉടൻ തന്നെ തമ്പിയുടെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങി അപർണ വായിച്ചു നോക്കുകയാണ്. അതിനുശേഷം ഒരമ്പരപ്പോടുകൂടി അപർണയിൽ നിൽക്കുന്നു. ഈ സമയത്ത് കോടതിയിലേക്ക് പോകുവാൻ റെഡിയായി നിരഞ്ജന താഴേക്ക് ഇറങ്ങി വരികയാണ്. അപർണ അപ്പോൾ തമ്പിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇത്? അതേ മോളെ, ഇല്ലാത്തൊരു കള്ളക്കഥ കെട്ടിച്ചമച്ച് അതിൻ്റെ പേരിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഏതോ ഒരു രാധാമണി വാരസ്യരുടെ പേരിൽ ജാനകി കോടതിയെ സമീപിച്ചിരിക്കുക. തുടർന്ന് നിരഞ്ജനയെ കണ്ടുകൊണ്ട് പറയുകയാണ്, ദേ ദേ ഇവളാണ് മോളെ ജാനകിയുടെ അഡ്വക്കേറ്റ്. ഉടനെ ആ പേപ്പർ കാട്ടിക്കൊണ്ട് അപർണ ചോദിക്കുകയാണ്, എന്താടി ഇത്? നീ പറയണം. അല്ല, വായിച്ചു നോക്കിയിട്ട് അപർണയ്ക്ക് മനസ്സിലായില്ലേ? എടി, ജാനകിയുടെ പിൻപിൽ നീയായിരുന്നു അല്ലേ? ഞാൻ ജാനകി ഇടത്തിയുടെ വക്കീലാ. കേസിൻ്റെ വക്കാലത്ത് ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ തമ്പി, എടി മോളെ, നീ ഉണ്ണിത്താൻ്റെ മകളാണ്. നിന്റെ അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാതെയാണോ നീ ജാനകിയുടെ വലയിൽ വീണത്? അപ്പോൾ അപർണ ചോദിക്കുകയാണ്, നീ ഇത്ര മണ്ടിയായിപ്പോയോ? നിന്നെ കൂടെ ഇതിൽ വലിച്ചിഴച്ച് നിന്നെയും എന്നെയും തമ്മിൽ തല്ലിച്ച് കുടുംബത്തിൽ കലഹമുണ്ടാക്കാനാണ് അവളുടെ ശ്രമം. നിരഞ്ജന, നീ ഈ കേസ് ഒഴിയണം. എന്തിന്? ഞാൻ ചെയ്തത് ഒരു അഡ്വക്കേറ്റിൻ്റെ കടമയാണ്. അപ്പോൾ തമ്പി, മോളെ, ഉണ്ണിത്താന് ഒരിക്കലും എന്നെ ദ്രോഹിക്കാൻ കഴിയില്ല. നിന്നെ ഇതിനനുവദിക്കാനും പോകുന്നില്ലവൻ. അപ്പോൾ അപർണ, ഞാനൊരു കാര്യം പറയട്ടെ. കോടതി മുറിയിൽ ബന്ധത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല. അച്ഛന് ഇതിൽ ഇടപെടാനും പറ്റില്ല. ഇതെൻ്റെ തീരുമാനമാണ്. തുടർന്ന് നിരഞ്ജന അപർണയോട് പറയുകയാണ്, അപർണ, നീ എന്തിനു ഭയപ്പെടണം? നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് കോടതിയിൽ ബോധ്യപ്പെടുത്തണം. നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ. നിയമം നിയമത്തിൻ്റെ വഴിയിൽ പോകുമെന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ട. പക്ഷേ ബന്ധങ്ങളോ? അതും ഇനിയിപ്പോൾ മാറുമോ? അപർണേ, തെറ്റ് ചെയ്തവര് ശിക്ഷ അനുഭവിക്കണം. അത് അച്ഛനായാലും ഭർത്താവായാലും. എന്തായാലും ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറിയാൽ എന്നേക്കാൾ കഴിവ് തെളിയിച്ചവർ ഈ കേസ് വാദിക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് കോർട്ടിൽ പറയാം. ഇത്രയും പറഞ്ഞിട്ട് നിരഞ്ജനയോട് നിറങ്ങാൻ തുടങ്ങുമ്പോൾ വിശ്വനാഥൻ തമ്പി പറയുകയാണ്, നിക്കേ, നീ ഇതും കൂടി കേട്ടിട്ട് പോണം. എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങ് കോടതിയിൽ പറഞ്ഞോളാം. പക്ഷേ എനിക്ക് വേണ്ടി അത് പറയാൻ പോകുന്നത് സീനിയർ അഡ്വക്കേറ്റ് RK ഉണ്ണിത്താനായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിരഞ്ജനയ്ക്ക് ഒരു ഭാവഭേദവുമില്ല. നിരഞ്ജന വളരെ ശാന്തമായിട്ട് തമ്പിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തമ്പി വീണ്ടും പറയുകയാണ്, അതേടി, തമ്പിയുടെ അഡ്വക്കേറ്റ് നിന്റെ അച്ഛനാണ്. ജാനകി എനിക്കെതിരെ നിന്നെ ഇറക്കിയെങ്കിൽ നിന്നെ പൂട്ടാൻ ഞാൻ നിന്റെ അച്ഛനെ ഇറക്കും. തമ്പിയെ തോറ്റുപോകാൻ ജനിച്ചവനല്ലടി. ഇത് കേട്ടിട്ട്
സൂക്ഷിച്ച് നിരഞ്ജന തമ്പിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. നിരഞ്ജന പോയി കഴിഞ്ഞപ്പോൾ അപർണ തമ്പിയോട് ചോദിക്കുകയാണ്, അച്ഛാ, അച്ഛൻ സത്യമാണോ ചൈ പറഞ്ഞത്? അതേടി, കള്ളക്കേസ് വരുമെന്നറിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിത്താനെ ഞാൻ വക്കീലാക്കി. മറ്റൊരാവശ്യത്തിനു വേണ്ടി നല്ലൊരു തുക ഉണ്ണിത്താൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഉണ്ണിത്താൻ ഈ കേസ് ഒഴിവാക്കാൻ പറ്റില്ല. ഈ കേസിൻ്റെ ഫയലുമായിട്ട് അവൾക്ക് കോടതിയുടെ വരാന്തയിൽ കയറാൻ പോലും പറ്റില്ല. മോളെ, അച്ഛന് കുറച്ചേറെ തിരക്കുകളുണ്ട്. അച്ഛൻ വൈകുന്നേരം വരാം. കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഇത് പറഞ്ഞിട്ട് തമ്പി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. തമ്പി പോയതിനു ശേഷം വളരെ കോപത്തോടു കൂടി ആ പേപ്പറിലേക്ക് നോക്കിയിട്ട് അപർണ പറയുകയാണ്, ഇതിലൂടെ അളകാപുരി ഞാൻ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കും. തുടർന്ന് കാണുന്നത് വളരെ പരവേശത്തോടു കൂടി വിശ്വനാഥൻ തമ്പി ഉണ്ണിത്താൻ വക്കീലിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന കാഴ്ചയാണ്. ഇത് കണ്ടുകൊണ്ട് വക്കീൽ ചോദിക്കുന്നുണ്ട്, എന്താടോ തമ്പി, താൻ വാലിന് തീ പിടിച്ചതുപോലെ, താനിതൊന്ന് വായിച്ചു നോക്കണോ എന്ന് പറഞ്ഞ് ആ പേപ്പർ ഉണ്ണിത്താൻ വക്കീലിന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് തമ്പി. ഉണ്ണിത്താൻ വക്കീല് ആ പേപ്പർ വായിച്ചു നോക്കിയതിനു ശേഷം തമ്പിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തമ്പി പറയുകയാണ്, എടോ, അബി ഏതോ ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട് കളിക്കുകയാണ്. വക്കീല് തൻ്റെ മോളും. എടോ, ഇതിന് തക്കവണ്ണം ഞാൻ തന്നോട് എന്ത് അപരാധമാണോ ചെയ്തത്? തൻ്റെ മോൾക്ക് എങ്ങനെ തോന്നിയടോ എൻ്റെ പേരിൽ ഒരു കള്ളക്കേസുമായിട്ട് വരാൻ? അപ്പോൾ ഉണ്ണിത്താൻ പറയുകയാണ്, നിരഞ്ജന ഇതേക്കുറിച്ച് എന്നോടൊരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അതെനിക്ക് നേരത്തെ ബോധ്യപ്പെട്ട കാര്യമാണോ. തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം മുഖത്ത് നോക്കി അങ്ങ് പറയുകയാണ്. തൻ്റെ മോള് തൻ്റെ നിയന്ത്രണത്തിന് കീഴിലല്ല എന്ന് പണ്ടേ അവൾ തെളിയിച്ചതാണ്. അല്ലെങ്കിൽ അവൾ അബിയുടെയും ജാനകിയുടെയും കയ്യിലെ ചട്ടുകമായിട്ട് മാറുമോ? അപ്പോൾ വക്കീൽ പറയുകയാണ്, എടോ, ഇതൊരു ഓലപ്പാമ്പ് മാത്രമാണ്. 4 നൂറ്റാണ്ട് മുമ്പ് നടന്നൊരു സംഭവം അതെങ്ങനെ തെളിയിക്കാനാ? അല്ല, ഇനി അങ്ങനെ വല്ല കയ്യബദ്ധവും തനിക്ക് പറ്റിയിട്ടുണ്ടോ? എടോ, താൻ എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കരുത് കേട്ടോ. എടോ, ഞാൻ അങ്ങനെ ഒരുത്തനല്ല. എൻ്റെ പേരിൽ അങ്ങനെ ഒരു കേസ് ഇതുവരെയും ഉണ്ടായിട്ടുമില്ല. പിന്നെ ഈ രാധാമണി വാരസ്യരാരാ? അതാരാണെന്ന് താൻ അന്വേഷിക്കണം. താൻ എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുകയും വേണം. അത് പറ്റില്ലെന്ന് മാത്രം താൻ പറയരുത്. എടോ, എൻ്റെ മോൾ എതിർഭാഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഇതിന് കഴിയും? ആളുകൾ എന്തു പറയും? എടോ, താൻ രംഗത്ത് വന്നാൽ തൻ്റെ മോളായിട്ട് തന്നെ ഈ വക്കാലത്ത് ഒഴിയും. എന്നിട്ട് വേണം എനിക്ക് എല്ലാത്തിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ. അപ്പോൾ ഉണ്ണിത്താൻ പറയുകയാണ്, എടോ, ഇനി ഞാനല്ല ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാലും അവളെടുത്ത തീരുമാനത്തിൽ നിന്ന് അവൾ മാറില്ല. ഉടനെ തമ്പി ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ ചീഞ്ഞു നാറുന്നത് തനിക്ക് കാണണം അല്ലേ? എടോ, എന്നോട് താനിത് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. എനിക്ക് വേറെ വക്കീലിനെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ തൻ്റെ മുമ്പിൽ ഏത്തമിടാനായിട്ട് വന്നത്. താൻ രംഗത്ത് വന്നാൽ തൻ്റെ മകള് പിന്മാറുമല്ലോ എന്ന് കണ്ടിട്ടാണ്. എടോ, താൻ സമാധാനമായിട്ടിരിക്കെ ഞാൻ എൻ്റെ മോളെ പരമാവധി പറഞ്ഞ് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. താൻ മോളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് അതിന് കഴിയണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവളുടെ അച്ഛനല്ലേ? ഞാൻ ഇപ്പോൾ തന്നെ അവളെ വിളിച്ചു വരുത്തി സംസാരിക്കാം. എടോ, തമ്പി ഇനി ഒന്നുകൂടെ പറയാം. അവൾ പിന്മാറിയില്ലെങ്കിൽ വക്കീലെ നമ്മൾ തമ്മിൽ തെറ്റും. വക്കീലിന് അതൊരു വലിയ ദോഷമായി മാറും. തമ്പിയെ ശത്രുവായി മാറ്റാതിരിക്കുന്നതാണ് വക്കീലിനെല്ലാം കൊണ്ടും നല്ലത്. ഇത്രയും പറഞ്ഞിട്ട് തമ്പി ഉണ്ണിത്താൻ്റെ കയ്യിൽ നിന്ന് ആ കോടതിയിലെ പേപ്പറും തട്ടിപ്പറിച്ചുകൊണ്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. തമ്പി ഇറങ്ങിപ്പോയപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടി ഉണ്ണിത്താൻ ഓഫീസിൽ നിന്നുകൊണ്ട് സ്വയം സംസാരിക്കുകയാണ്. എന്നോട് ചോദിക്കാതെ അവൾക്കിതിനുള്ള ധൈര്യം എങ്ങനെ വന്നു? സ്വന്തമായി കേസ് പിടിച്ച് വാദവും തുടങ്ങി. ഇത് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് താൻ ഉടൻ തന്നെ നിരഞ്ജനയെ കോൾ ചെയ്യുകയാണ്. ഈ സമയത്ത് മറുതലയ്ക്കൽ നിരഞ്ജന ഫോൺ എടുത്തിട്ട് ജാനകിയെ വിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ജാനകി ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, നിരഞ്ജനെ, അബിയേട്ടൻ തമ്പിയെ വിളിച്ചിട്ട് ചില സൂചനകളൊക്കെ കൊടുത്തു. കേസ് വരാൻ പോകുന്നെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ നിരഞ്ജന, നോട്ടീസ് എപ്പോഴേ അയാളുടെ കയ്യിൽ കിട്ടി. തമ്പി വാലിൽ തീ പിടിച്ചതുപോലെ ഓട്ടവും തുടങ്ങി. തുടർന്ന് ആ നോട്ടീസും പൊക്കിപ്പിടിച്ച് അയാൾ മോളെ കാണാൻ വരികയും ചെയ്തു. അത് ശരി, അപർണ വിവരം അറിഞ്ഞു അല്ലേ? എന്താണ് അവളുടെ പ്രതികരണം? തമ്പിക്ക് നേരത്തെ മണമടിച്ചതല്ലേ, അതുകൊണ്ട് അവളുടെ മുൻപിൽ മുൻകൂർ ജാമ്യം തമ്പി എപ്പോഴേ എടുത്തു കഴിഞ്ഞു. നാണിക്കേണ്ട കാര്യമൊന്നും തമ്പിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു കള്ളക്കേസാണെന്നുള്ള വിശ്വാസം അപർണയ്ക്കുമുണ്ട്. അച്ഛന് ക്ലീൻ ചിറ്റ് എപ്പോഴേ മോള് നൽകിക്കഴിഞ്ഞു. പക്ഷേ കോടതിയിലെത്തുമ്പോഴാണ് കേസിൻ്റെ ഗൗരവം അപർണയെ അറിയാൻ പോകുന്നത്. അപ്പോൾ ജാനകി പറയുകയാണ്, നിരഞ്ജനെ, അവരുടെ മുൻപിൽ നിന്നെ ബലി കൊടുത്തതിലുള്ള വിഷമം ഏട്ടത്തിക്കുണ്ട്. എല്ലാ പഴിയും കേൾക്കേണ്ടി വരിക നിനക്കല്ലേ? നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ കുറച്ച് ദിവസം നീ നിന്റെ വീട്ടിൽ പോയിരുന്നില്ലേ? കൊള്ളാം, നല്ല കഥയായി. പട പേടിച്ച് പന്തളത്ത് ചെന്നു എന്ന് പറഞ്ഞതുപോലെയാവും. ജാനകിയെടുത്തി തമ്പി കേസ് ഏൽപ്പിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛനെയാണ്. അച്ഛൻ വക്കാലത്ത് ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തിനും അച്ഛൻ തമ്പിക്കൊപ്പം നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്.
ഞാൻ ഈ കേസ് വാദിക്കില്ലെന്ന് തമ്പി അച്ഛനെ വിശ്വസിപ്പിക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അച്ഛനെ കൊണ്ട് അയാൾ ഈ കേസ് വാദിപ്പിക്കും. അപ്പോൾ ജാനകി, അയ്യോ, ഉണ്ണിത്താൻ സാർ കേസ് ഏറ്റെടുത്താൽ നിനക്ക് പിന്മാറേണ്ടി വരില്ലേ? അച്ഛനും മകളും തമ്മിൽ കോടതിയിൽ എങ്ങനെ ഏറ്റുമുട്ടും? അതൊരിക്കലും ശരിയാകുന്ന കാര്യമല്ല. ഉണ്ണിത്താൻ സാർ തോറ്റുപോയാൽ നിനക്ക് അത് അപമാനമാവും. അത് നിനക്ക് സഹിക്കാൻ കഴിയുമോ? വേണ്ട നിരഞ്ജനെ, ഞങ്ങൾ മറ്റൊരു വക്കീലിനെ കണ്ടെത്താം. നീ കൂടെ നിന്ന് സഹായിച്ചാൽ മാത്രം മതി. ആദ്യമേ അത് മതിയായിരുന്നു. ഒരു കുടുംബത്തിന്റെ സമാധാനം കൂടി കെടുത്താനാണ് ഏട്ടത്തി നിന്റെ സഹായം തേടിയത്. അപ്പോൾ നിരഞ്ജന പറയുകയാണ്, ഏട്ടത്തി, പിന്മാറേണ്ടത് ഞാൻ മാത്രമല്ല. വക്കാലത്ത് പിടിക്കാതെ അച്ഛനും പിന്മാറാം. ഈ കേസ് ഏറ്റെടുത്തത് ഞാനല്ലേ? വാദിഭാഗം വക്കീൽ ആരാണെന്ന് അച്ഛൻ അറിയാതിരിക്കുവോ? അതുകൊണ്ട് ഞാൻ എന്തിനു പിന്മാറണം? ഈ സമയത്ത് ഉണ്ണിത്താൻ്റെ കോള് നിരഞ്ജനയുടെ ഫോണിലേക്ക് വരികയാണ്. അത് കണ്ടിട്ട് താൻ പറയുകയാണ്, ഏട്ടത്തി, അച്ഛൻ്റെ കോള് വരുന്നുണ്ട്, ഏട്ടത്തി ഫോൺ വെച്ചോളൂ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ കേസ് നിരഞ്ജന ഉണ്ണിത്താൻ തന്നെ വാദിക്കും. അതിൽ ആരെതിർഭാഗത്ത് വന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. എന്തായാലും ഞാൻ വിളിക്കാം കേട്ടോ. ഇത് പറഞ്ഞ് നിരഞ്ജന ഫോൺ കട്ട് ചെയ്യുകയാണ്. ജാനകിയുടെ ഈ സംസാരങ്ങളെല്ലാം കേട്ടുകൊണ്ട് പിൻപിൽ നിന്ന അബി ഈ സമയത്ത് മുൻപോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഉണ്ണിത്താനാണല്ലേ തമ്പിയുടെ വക്കീല്? അതെ അബിയേട്ടാ. ആ, അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി ഞാൻ ചിന്തിക്കാതിരുന്നില്ല. തമ്പിയും ഉണ്ണിത്താനും ഒരു കൈയാണ്. ഇടയ്ക്ക് ഉണ്ണിത്താന് ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ തമ്പി സഹായിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ ജാനകി പറയുകയാണ്, ഇതിപ്പോൾ അച്ഛനും മകളുമായിട്ടുള്ള നിയമയുദ്ധമായി മാറിയല്ലോ. ഹാ ജാനകി, ഈ കേസ് തന്നെ ശരിക്കും അച്ഛനും മകളും തമ്മിലുള്ള നിയമയുദ്ധമല്ലേ? അതുകൊണ്ട് മോൾക്ക് കേസ് പിൻവലിക്കാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ നിരഞ്ജന എന്തിനു പിന്മാറണം? അച്ഛന്മാർ ജയിക്കുമോ പെൺമക്കൾ ജയിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തുടർന്ന് കാണുന്നത് നാളത്തെ പ്രൊമോയാണ്. നിരഞ്ജന അപർണയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നിനക്കറിയുമോ നിന്റെ അച്ഛൻ പിച്ച് ചീന്തിയത് ആരെയാണെന്ന്? അവരിപ്പോൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് നിനക്കറിയുമോ? കേട്ടതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നീ അന്വേഷിച്ചോ? ഇത് കേട്ടുകൊണ്ട് അപർണ നിരഞ്ജനയോട് ചോദിക്കുകയാണ്, ആരെപ്പറ്റിയാണിത് നീ പറയുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോടി? ഇത് ചോദിച്ചുകൊണ്ട് തുടർന്ന് കൈവീശി നിരഞ്ജനയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. പക്ഷേ ആ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് നിരഞ്ജന പറയുകയാണ്, അച്ഛനെ ആരാധിക്കുന്ന പുന്നാര മോളെ, നിന്റെ അച്ഛന് വേറെ എത്ര മക്കളുണ്ടെന്നുള്ള കാര്യം അറിയുമോ നിനക്ക്? ഇത് കേട്ടുകൊണ്ട് അപർണ പൊട്ടിക്കരയുകയാണ്. തുടർന്ന് കാണുന്നത് അബിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ജാനകി പറയുകയാണ്, എനിക്ക് ഈ കേസ് ജയിച്ചേ പറ്റൂ. തോറ്റുപോയാൽ പിന്നെ ഞാൻ ഇല്ല അബിയേട്ടാ. നീ ജയിക്കും ജാനകി, നമുക്ക് തന്നെയാവും അന്തിമ വിജയം. അബിയുടെ ഈ വാക്ക് കേട്ട് ചിരിച്ചുകൊണ്ട് അബിയുടെ മാർവിലേക്ക് ജാനകി തലചായ്ക്കുകയാണ്. പിന്നീട് കാണുന്നത് ഭ്രാന്തിയെപ്പോലെ അലറിക്കൊണ്ട് നിരഞ്ജന സൂര്യനാരായണന്റെ ഭിത്തിയിൽ തൂക്കിയിരുന്ന വലിയ ഫോട്ടോ കയ്യിലെടുത്ത് താഴേക്ക് ആഞ്ഞെറിയുന്ന കാഴ്ചയാണ്. ജാനകിയുടെയും അബിയുടെയും വീട് അതിഗംഭീരമായ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ എപ്പിസോഡിന്റെ റിവ്യൂ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.